ഓടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടിയോ നോക്കാറുണ്ടോ? കുഞ്ഞിലെ നോക്കായിരുന്നു, ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു? കരയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല, ഒന്നും എന്ത് ചെയ്യണം? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി, വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തി അടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് മോശം പറഞ്ഞു വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ. ഓക്കെ വിട്ടോ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം രേണുസുതി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വിവാദങ്ങളുടെ നായികയാണല്ലോ ഇപ്പം. അതെ, ഒരുപാട് വിവാദങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ആരാണ് ശരിക്കും രേണുസുതി? രേണുസുതി എന്ന് പറയുന്ന ആള് മരിച്ചുപോയ ആക്ടർ കൊല്ലം സുധിയുടെ വൈഫായിട്ട് വരും. സോ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്. അത് ഓക്കെ, അത് റിയാലിറ്റി. അതായത് രേണു ഈ പറയുന്ന സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ താങ്കൾ വൈഫാണ്, അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ. അല്ല, ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി മാറുന്നു. കോമാളിയായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്, കാരണം എല്ലാവരും ഇട്ട് കളിയാക്കുവാണല്ലോ. അപ്പൊ ഒരു കോമാളിയാണല്ലോ അങ്ങനെ കളിയാക്കേണ്ടത് വരുന്നത്. അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു? സ്വയം എടുത്ത് അണിഞ്ഞല്ലോ. ഒരു പരിധി വരെ ഞാൻ സ്വയം എടുത്ത് അണിഞ്ഞിട്ടേ ഇല്ല സാധനം. എല്ലാവരും എനിക്ക് തലയിൽ വെച്ച് തന്നൊരു സാധനമാണ്. എല്ലാവരും അല്ല, കുറച്ചു പേരെങ്കിലും. എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ടല്ലോ, കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നവര്. അവരെനിക്ക് അണിഞ്ഞു തന്നൊരു സാധനമാണ് ഈ കോമാളി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, രേണുസുതിയെ മാത്രമാണല്ലോ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? വേറെ ഒരുപാട് ആൾക്കാർ ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ. അവരും ഈ പറയപ്പെടുന്ന പോലെ ബിക്കിനി വേഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേഷങ്ങളോ ചെയ്യുന്നത്. അപ്പൊ രേണുസുതിയെ മാത്രം തെരഞ്ഞെടുത്ത് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? മേ ബി ഹസ്ബൻഡ് മരിച്ചു പോയത് കൊണ്ട് വിധവ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് വിപരീതമായിട്ട് ഞാൻ കാണിക്കുന്നത് കൊണ്ടാകാം ഇവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഓക്കെ, അതല്ല വിധവ. ഓക്കെ, മലയാളികൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. രേണുസുതി കാണിക്കുന്നത് ഇച്ചിരി ഓവർ അല്ലേ? ഇല്ല, എനിക്ക് ഈ മനുഷ്യർ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ കാണിക്കുന്ന ഓവറല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് കാണിച്ചാലും അത് ഓവറല്ല, അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഒരു പരിധിയുണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും. ഓക്കെ, ഹോട്ടായിട്ടുള്ള വേഷങ്ങളാണല്ലോ കൂടുതൽ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയക്കാരിത് പറയുന്നത്. അവരുടെ ഭാഷയിൽ വയറൊക്കെ കാണിക്കുന്ന ഹോട്ടാണല്ലോ. അപ്പൊ വയറ് കാണിച്ചുകൊണ്ടാണ് കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തത്. അതെ, വയറ് കാണിക്കുന്ന മാത്രമല്ല, ഇപ്പൊ ഫസ്റ്റ് റീൽസ് ദാസേട്ടനുമായിട്ടുള്ള റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, അതിനകത്ത് നല്ല ഹോട്ടാണ്. അത്യാവശ്യം അതെല്ലാവിടെ ആണല്ലോ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നേരിടുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രേരക ഘടകം എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള കാരണം? പ്രേരക ഘടകം ഒന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമല്ലേ ആ പാട്ട് കേൾക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്, എനിക്ക് ഇഷ്ടമാണ്, പൊതുവെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു റീലിനെ പറ്റി പറയുമ്പം ദാസേട്ടനാണെങ്കിലും ഈ ഒരു പാട്ടിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞാനും ഒരു റീല് ചെയ്യാമെന്നേ ഞങ്ങളുടെ ഒരു ചിന്തയിലുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു നീ തപ്പുക റീൽ എന്താ ചെയ്യേണ്ടത്, പുള്ളിയും തപ്പി. അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഈ പാട്ടാണ്, ചാന്തു കുടഞ്ഞൊരു. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം പുള്ളി ഇങ്ങോട്ട് വിളിക്കുവാണ് എന്നെ, കിട്ടിയോ പാട്ട്? ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പുള്ളി ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു ആ പാട്ട്. അപ്പോൾ ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട പാട്ടാണ്, നമുക്കിത് ചെയ്യാം. ഓക്കെ, റെഡി. ഇങ്ങനെയാണ് ഉണ്ടായത് ആ പാട്ട്.
ഓക്കെ. ലക്ഷ്മി നക്ഷത്ര, താങ്കൾ ഇപ്പം ഈ സുധിച്ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ടൊരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ, അതെ അതെ അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറെ അധികം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത്. അത് റെക്കോർഡിംഗ് ആയിരുന്നു, അത് ആരെയും കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ. അങ്ങനെയാണെന്ന് രേണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസവും. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ആ ഒരു ഇപ്പൊ 2 വർഷമായല്ലോ സൂചന മരിച്ചത്. അതിന് മുന്നേ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, അത് മാർക്കറ്റിംഗ് ചെയ്യാന്നൊന്നും തോന്നില്ല. കാരണം നമുക്കൊരു തുക തന്നിട്ടാണ്, ഞാനത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. സുധിച്ചേട്ടന്റെ മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറെ അധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും, സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചു. കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോ ഈ ഫസ്റ്റ് ഇനിയും ചെയ്യും, വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും കുപ്രസിദ്ധി തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതായത് ഒരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. ഇത് തന്നെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു കേട്ട് ഭയങ്കര ഇതായി പോയി. അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്കൾ പോകുന്നിടത്തൊക്കെ ക്യാമറാമാൻമാരുണ്ട്. അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്നത്? ഒരു അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട്. താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണോ? അല്ല, ഞാൻ എന്തിനാ പറയുന്നത്? എന്റെ പറയാൻ നമ്മൾ കൂടുതലും പ്രൈവസി അല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്ക് പ്രൈവസി ആഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും ഒരു മനുഷ്യനാണ്, പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. ചോര നീരെന്ന് പറയുന്നില്ല, ഇനി അത് മതി, ഇവക്കെ എവിടെ നീരിരുന്നിട്ടാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ചോരയൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പൊ എനിക്കും പ്രൈവസി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ. പക്ഷെ ഇങ്ങനെ ഞാൻ വിളിച്ചു വരുത്തുന്നൊന്നും അല്ലാരെ. നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ല. അല്ല, നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ജനങ്ങളുടെ കാര്യം പൊതുവെ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ആക്ടിങ്, ഞാൻ രേണു സുധി എന്ന വ്യക്തിഹത്യ ചെയ്യുമല്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞ എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, ഞാൻ എനിക്ക് പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, എന്റെ പപ്പായ്ക്ക് ജോലിക്കാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിളായിട്ട് തോന്നി, ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു സ്വയംഭൂതത്തല്ലേ, സിംഹമൊന്നും ആയിട്ടില്ല? അല്ല, കളിയാക്കൽ തന്നെയാണ്. എന്നെ കളിയാക്കി നമ്മള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്വയം പുകഴ്ത്തിയതല്ല, ഒരിക്കലും അല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. അല്ലല്ല, ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവോ അത്രത്തോളം താക്കുന്ന ആളാ ഞാൻ തന്നെ. കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? മൂത്തമ്മ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ? എവിടുന്ന്? ഒരു ബാധ്യതയില്ല. അവർക്ക് ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല. കാരണം മൂത്തമോൻ, ഇളയത് 5 വയസ്സല്ലേ ഉള്ളു, അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അറിയില്ലല്ലോ. മൂത്തമോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല. അമ്മയുടെ ഇഷ്ടം ചെയ്യുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക, അവന്റെ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും, പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ, ഇന്ന് വരെ, അല്ലെങ്കിൽ എന്നോട് ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ, ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ? പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ്? അഭിനയമോ? അതെ, ഇല്ല, അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. അവൻ എന്റെ മകനാണ്.
അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചേട്ടൻ. അപ്പം എൻ്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല, കാരണം അവനിപ്പോൾ 20-21 വയസ്സാകാറായി. ഇനി അവൻ എന്ത് പറയാനാണ്, എന്നെ പറയാനാണ്? അല്ല അങ്ങനല്ല, അതായത് താങ്കൾ അഭിനയം ഇതായത് ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കുറെ കൂടെ താങ്കൾ വേറെ ഇന്റർവ്യൂവിൽ താങ്കൾ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിട്ട് താങ്കൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ അഭിനയിച്ചേക്കാമെന്ന് പറയുന്നു. ഇപ്പോ കുറെ കാര്യങ്ങൾ താങ്കൾക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളോടൊപ്പം നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ, മകനാണെങ്കിലും നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ പോകുന്നു, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവനൊരു ജാള്യത തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോന്നോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അങ്ങനെ. അവൻ എന്നോടും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അവൻ പറയുന്ന അമ്മയുടെ ഇഷ്ടം അതാണ്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാത്തതാണെങ്കിലും, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാത്താണെങ്കിൽ പോലും അവൻ പറയേണ്ടതാണല്ലോ. അവൻ പറയേണ്ടതാണ്. മോന് ചിന്തിക്കുകയാണ് അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അമ്മ ഇപ്പൊ അഭിനയിക്കുന്നത്, ഞാൻ പറഞ്ഞത് കൊണ്ട് ഇനി അമ്മയ്ക്ക് ഒരു പിണക്കം എന്നോട് വേണ്ട എന്ന രീതിയിൽ ചിന്താഗതി. അങ്ങനെ അവൻ അറിയാം ഞാൻ പിണങ്ങത്തില്ലെന്ന് അവൻ അറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ പിണങ്ങത്തില്ല. കാരണം സൂചേട്ടനുള്ളപ്പോൾ പോലും ഞാൻ വഴക്ക് പറയത്തില്ലായിരുന്നു അവനെ. എന്ത് കാണിച്ചാലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ സൂചേട്ടൻ തന്നെ എപ്പോഴും പറയും, നീ വഴക്ക് പറഞ്ഞാൽ അവൻ കേൾക്കും. എന്തെങ്കിലുമൊക്കെ കുഞ്ഞല്ലായിരുന്നു അന്ന്, സ്കൂളിലൊക്കെ പോകാൻ പറയുമ്പോൾ എടി നീ പറഞ്ഞാൽ അവൻ കേൾക്കും. കാരണം സൂചേട്ടൻ അറിയായിരുന്നു ഞാൻ വഴക്ക് പറയാതാണ് അവനെ ഇത്രയും നാളും. ഇനിയിപ്പം എന്നെ വഴക്ക് പറയാനാവും, വലിയ കുട്ടിയായില്ലേ, എന്നെക്കാളും മുതിർന്ന്. അപ്പൊ മുതിർന്തോറും ആണല്ലോ കുഞ്ഞ്, ഇപ്പൊ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്തോറുമാണ് അവന്റെ അഭിമാന ബോധവും അവന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്റെ ഒരു അഭിനയം കൊണ്ട് അവന് അഭിമാനക്കുറവോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല, ഇതുവരെയുള്ളത് തോന്നില്ല. നാളെ എന്താവും എനിക്കറിയില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയായിരിക്കും. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തെ ലോകമൊന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണോ രേണു അവലംബിക്കുന്നത്? ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത്, ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ ഈ ലോകം ഗ്രേറ്റ്, എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് താങ്കൾ ശരിയാണ്, അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന്, ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണെന്നൊരു അഹങ്കാരം താങ്കളുടെ വാക്കുകൾ ഒരിക്കലും ഇല്ല. അഹങ്കാരമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പൊ ഒരു പ്രേമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കാമം, ഇതൊക്കെ മുഖത്ത് വരുന്നത് താങ്കളുടെ മുഖത്ത് വരുമ്പോൾ കാമമായിട്ടാണ് പരിണമിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമമായിട്ടല്ല, അതിനൊരു അല്ല ഞാനത് കേട്ടായിരുന്നു. കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല, അവൾ എന്താ കൃഷ്ണനോടുള്ള അതാ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ദൈവമാണ്. അതെ, സോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ പോയിന്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന നടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇനി അപ്കമിങ് വരുന്ന ഒരു ഫ്യൂച്ചറുള്ള നടി എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഞാനത് സ്വീകരിക്കുന്നു. ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനെയാണ് ആൾക്കാർ കളിയാക്കുന്നത്, താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്ന താങ്കൾ നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളച്ചി അതാണോ? തള്ളച്ചിയല്ല, എന്തോ ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കുന്നുണ്ട് താങ്കളെ. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത ഇന്റർവ്യൂല് താങ്കൾ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ, കുറെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് താങ്കളെ വിറ്റ് ജീവിക്കുന്നുണ്ട്, അത് ഉള്ളത് തന്നെ. അപ്പൊ അങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുധിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ. എന്റെ ലൈവായിരുന്നു അത്. എന്റെ ലൈവ് ഞാൻ എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത്, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഇനിയും കൊടുക്കും. അപ്പൊ രണ്ട് മുഖമുണ്ട്. കാരണം ഇന്റർവ്യൂല് ഞാൻ കാണുന്നില്ല ഇവര് കമന്റ് അടിക്കും. ഇത് എന്റെ ലൈവാണ്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്നെ പച്ചക്ക് തെറി നേരിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് വേണേ ആ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാം, അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ പറയത്തില്ല. അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം എനിക്ക്, തെറിയല്ല ഞാൻ പറയുന്നത്, തിരിച്ച് ചീത്തയെന്ന് ഞങ്ങളുടെ നാട്ടിൽ തെറി ചീത്ത എന്നൊക്കെ പറഞ്ഞ വേറെ സാധനങ്ങളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച അത് തെറി ചീത്ത. എടി പോടി, എന്നെ അമ്മച്ചി, പോടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ല. അപ്പൊ എന്തിനാണ് താങ്കൾ ലൈവിൽ വന്നത്? ഈ തെറി കേൾക്കാനായിരുന്നില്ലേ? തെറി കേൾക്കണോന്ന് പറഞ്ഞ് വന്നതല്ല, ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ, കുറച്ച് സിനിമ വിശേഷം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ തെറി കേൾക്കുമെന്ന്? ഇല്ല, ലൈവില് ഞാൻ തെറി കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓ, അത് ശരി. ബാക്കി കമന്റ്സിലൊക്കെ തെറി കേൾക്കുമെന്ന് അറിയായിരുന്നു. അപ്പൊ മനസ്സിലായോ ആൾക്കാരുടെ പൾസ്? നന്നായിട്ട് മനസ്സിലായി. ആൾക്കാർ ഉദ്ദേശിച്ചു നേരിട്ട് ഇപ്പൊ സൊസൈറ്റിയിൽ ഇറങ്ങാൻ പേടിയുണ്ടോ? ആരെയും പേടിയില്ല, ഒരു മനുഷ്യനെയും പേടിയില്ല. കമന്റുകളും കൂക്കികളും ഇന്ന് വരെ നേരിട്ട് ആരും എന്നെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടില്ല. നേരിട്ട് കാണുന്നവര് നല്ലതാണല്ലോ, അയ്യോ ഇങ്ങനെ എന്തിനാ ബോഡി ഷേമിങ് വരുന്നത്, ഈ കുട്ടിയെ കാണാൻ നല്ലതായിരുന്നല്ലോ,
സോറി കേട്ടോ, ഞങ്ങളൊക്കെ ചിന്തിച്ച വേറെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, പിള്ളേരെ വളർത്തുക, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നേരിട്ട്. ആരും എന്നെ നെഗറ്റീവ് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അതെന്താന്ന് എനിക്കറിയില്ല. അതായത് ഒരു ലേഡി താങ്കളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത്, അവർക്ക് 57 വയസ്സാണെന്ന് അവര് തന്നെ പറഞ്ഞു. അമ്മച്ചി അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് എന്നെ തള്ളച്ചിന്ന് ആദ്യം വിളിച്ചോണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. ഓക്കെ, എന്നെ എന്തിനാണ് അവരും ഞാനും പേഴ്സണൽ ഒരു ബന്ധമില്ല. പിന്നെ എന്തിനാണ് അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കളുടെ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് വീട്ടിൽ 4 പേർക്ക് കാണാനല്ല അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. കമന്റ് എന്നെ പിടിച്ച് ജയിലിലിടാൻ അവർക്കാരാ അഭിപ്രായമല്ലേ പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായമായിരുന്നു. ഞാനോടത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞോട്ടെ, വിഷയമല്ല. അപ്പൊ എന്തുകൊണ്ട് താങ്കൾ അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ കേസ് കൊടുത്ത 100 കൂട്ടം ജോലി ഉണ്ടെന്ന് തോന്നുന്നു പോലീസുകാർക്ക്. കൊടുത്തില്ല കേസ്, പിന്നെ രേണുവിന് കൊടുക്കാലോ. ആ ഹണി റോസിനെ പോലുള്ള ആളല്ലല്ലോ ഞാൻ. അവര് വലിയ വലിയ നടിമാരാണ്. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം നെളിക്കുന്നുള്ളൂ. എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരി തന്നെ. ഞാൻ പഴയ രേണു, പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരാളെ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു സംസാരിക്കാൻ വേണ്ടി. കാരണം എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ, നന്നായിട്ട് കരയായിരുന്നു. ആരും കാണാതെയൊക്കെ കരയായിരുന്നു, അല്ലാതെയും കരയുമായിരുന്നു. ആ സമയത്ത് അന്നും ഒരു അലിഗേഷൻ കേട്ടിരുന്നു, സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരഞ്ഞത്. അതെനിക്കറിയത്തില്ല, ഞാൻ ആ സമയം അന്നത്തെ ദിവസം ഞാൻ എന്നോട് ചോദിക്കരുത്, ഞാൻ ഓർക്കുന്നില്ല. നല്ലൊരു കിളി പോയ അവസ്ഥയായിരുന്നു. ഇനി ക്യാമറയെ നോക്കി കരഞ്ഞ ക്യാമറ അവിടെ വെച്ചൊന്നും എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ നിർത്തും, പിന്നീട് ക്യാമറയെ നോക്കിയാണ്. അത് വല്ല മാനസികമായിരുന്നായിരിക്കും ആ സമയത്ത്, എനിക്കറിയില്ല. ആ ദിവസത്തെ കുറിച്ച് എന്റെ കാര്യം എനിക്ക് നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ദിവസം ഏതാണ്ട് ഒരു സംഭവം പോലെ എനിക്ക് ഓർമ്മ. സുചേട്ടനെ ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പം സുധിച്ചേട്ടന്റെ മരണം ഒരു ട്രോമയായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? ട്രോമയായിരുന്നു. മരണത്തിന് ഡിപ്രഷൻ വരുമല്ലോ. ഇത്രയും തലേന്ന് വരെ കൂടെ കിടന്നുറങ്ങിയ ആള് പിറ്റേ ദിവസം ഡെഡ് ബോഡി ആയി മാറി, അല്ലെങ്കിൽ വിട്ടിട്ട് പോയെന്ന് പറയുമ്പോ ഏതൊരു ഭാര്യയുടെ കാര്യം എനിക്കറിയാം, എന്റെ കാര്യം എനിക്കറിയാം. അത്രമേൽ സ്നേഹിച്ച ഭർത്താവാണെങ്കിൽ, അല്ലെ അത്രമേൽ സ്നേഹിച്ച ഭാര്യയാണെങ്കിൽ വിട്ടിട്ട് പോകുമ്പോ ചിലപ്പോ ഒരു ഡിപ്രഷനൊക്കെ അന്നേരം വരും. ഓക്കെ, ഇപ്പം ഈ സുധിച്ചേട്ടനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പെർഫ്യൂമും കാര്യങ്ങളും എല്ലാം വരുത്തിക്കുകയും ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര അതിന് സഹായിക്കുകയും കസ്റ്റമൈസ്ഡ് പെർഫ്യൂം കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രമേൽ സ്നേഹമുള്ള ഭാര്യ എന്തുകൊണ്ടാണ് ഒരു സുപ്രസിദ്ധയിലേക്ക് പോകാതെ കുപ്രസിദ്ധി എന്ന രീതിയിലേക്ക് മാറിയത്? ഞാനല്ല കുപ്രസിദ്ധിയാക്കിയത്, നിങ്ങളൊക്കെ മീൻസ് പ്രേക്ഷകരല്ലേ, ചില പ്രേക്ഷകരാണല്ലോ എന്നെ കുപ്രസിദ്ധി. ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ താങ്കൾ പറയും ഈ പറയുന്ന വിഡോ അല്ലെങ്കിൽ വിധവ, സുധിച്ചേട്ടന്റെ ഭാര്യ എന്നതിനപ്പുറം ആ ഒരു പോയിന്റ് അവിടെ മാറി നിന്നാലും ഒരു യുവതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ രേണുസുതിയെ കൂടാതെ ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസിൽ പുതിയ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ നമ്മുടെ ആറാട്ടാണ്, അലൻ ജോസ് പെരേര, അവരുടെയൊക്കെ നായികമാരായിട്ടൊക്കെ കുറെ പേരൊക്കെ അഭിനയിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് ഇപ്പൊ അലൻ ജോസ് പെരേര ആറാട്ടണനെയൊക്കെ അറിയാവോ? അലൻ ജോസ് ചേട്ടന്റെ കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച അതിന്റെ ഷൂട്ടുണ്ട്. അത് ഡയറക്ടറാണ് വിളിച്ചത്. ഒരു വെബ് സീരീസ് ഉണ്ട്, അപ്പൊ അദ്ദേഹവും ഞാനും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അദ്ദേഹം ഉണ്ട്, ഞാനും ഉണ്ടെന്ന്. അലൻ ജോസ് പെരേര വെറും ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന കോമാളി പീസ് നമ്പർ 1 എന്ന നിലയിൽ എനിക്ക് അവരെ അറിയില്ല, സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നായികയായിട്ട് കൂടെ വരും. നായികയായിട്ടല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരുമിച്ചുള്ള സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർ വിളിച്ചത്. അത് ഡേറ്റും ഫിക്സ് ചെയ്തു. ഒരു വെബ് സീരീസ് ആണ്, കുറെ പേരുണ്ട് അതിൽ അദ്ദേഹം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര ഒരു ടീം ആൺപിള്ളേരുടെ തന്നെ, അതായത് മെയിൽ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇത്രയും കോമാളികളായിട്ട് മലയാളം അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ വാഴ്ത്തിയ ഒരു സമയം ഉണ്ടായിട്ടില്ല, വാഴ്ത്തിയ ഒരു ചരിത്രമില്ല. വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല. ആ കൂട്ടത്തിലേക്ക് ആകുകയാണോ രേണുസുതിയും കൂടെ? ആ കൂട്ടത്തിലേക്ക് ആക്കുകയാണോ എന്ന് വേണം ചോദിക്കാൻ. ഞാൻ ആകുന്നതല്ല, ആക്കുവാണെങ്കിൽ ആകും, അത്രേ ഉള്ളൂ. ഇപ്പൊ ആറാട്ടണ്ണൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഏതൊരു നടിയെ കണ്ടിട്ടും ഏതൊരു സിനിമ കണ്ടിട്ടും പകുതി മുഖമൊക്കെ കാണിച്ച് മേളോട്ട് നോക്കി ഒരു കോമാളിയെ പോലെ ഇരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. രേണുസുതിക്ക് ഓഫർ വല്ലതും വന്നിരുന്നു? വന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ പുള്ളി ഓഫർ ഇടാറുണ്ട്, വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് അവരുടെ എക്സ്പ്രഷൻ ആണ് അവരെ എപ്പോഴും ഇങ്ങനെയുള്ള കോമാളി പീസ് എന്ന ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ രേണുസുതിയും ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ രേണുസുതി, അപ്പോ ഇനിയും അങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ രേണുസുതിയിൽ നിന്ന് പ്രതീക്ഷിക്കാവോ? അങ്ങനെയുള്ള കോമാളിത്തരം ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഈ ആൽബത്തിൽ കോമാളിത്തരം കാണിക്കുന്ന ആൽബത്തിൽ കോമാളിത്തരം ഈ പ്രേക്ഷകർ നിങ്ങളിപ്പം പറഞ്ഞ പോലെ കുറച്ചുപേരല്ലേ എനിക്ക് കോമാളിയാക്കിയത്. അത് അവരുടെ സന്തോഷം, അത് അവര് പറഞ്ഞോട്ടെ, നെവർ മൈൻഡ്.
ഓക്കെ. ഇപ്പോ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുതി? ഞാനല്ല, രേണുസുതി ഞാൻ പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞു. എന്നെ തള്ളച്ചിന്ന് വിളിച്ച് അവരെ 100 പ്രാവശ്യം ഞാൻ അങ്ങനെ. ഓക്കെ, ആ തള്ളച്ചി പറയുന്നത് ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കയറി വരുന്നത് എന്റെ കുഴപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ, ഇതൊന്നും കുട്ടികളെ കാണിക്കരുത്. കാണണ്ട, കുട്ടികളെ കാണിക്കണ്ട, കണ്ണടപ്പിച്ച് വെക്കട്ടെ. അപ്പൊ ഒരു റിബലായി മാറിയോ താൻ? റിബലായി മാറിയോന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റും. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന രീതിയിൽ സുധിച്ചേട്ടനോട് മരണവും അല്ലെങ്കിൽ ഈ നമ്മുടെ കോമഡി സ്റ്റാർസ് സ്റ്റാർ മാജിക്കിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അതിന്റെ പേഴ്സണൽ ലൈഫ് എന്തും ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം മലയാളികൾക്ക് ഒരു ഷോക്ക് തന്നെയായിരുന്നു, താങ്കളെ പോലെ തന്നെ. കാരണം എനിക്കൊന്ന് വേറൊരു മിമിക്രി എന്നെ പോലെയല്ല, ഒരു ഭാര്യയുടെ അത്രയും എനിക്ക് തോന്നുന്നില്ല, അതിലപ്പുറം ചിലപ്പോൾ വരുമായിരിക്കും. ആയിക്കോട്ടെ, ആരാധകരെന്ന നിലയിൽ ഒരു വിഷമം തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാര്യയെ ജനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അതുവരെ കണ്ടിരുന്നത്. ഓക്കെ, സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. വേറെ ലോ ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ ഞാനത് സത്യം എന്ന് പറയത്തില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്കും എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ, വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത്, എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയൂ, എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കും. ഇനി ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കും. അതിനി പൊതുമുതലല്ല, എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി ചെയ്യാൻ അപമാനിക്കല്ലേ? സുധിച്ചേട്ടനെ എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്തിനാ? സുധിച്ചേട്ടൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു? ഒരിക്കലുമില്ല. സുധിച്ചേട്ടനെ എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന തന്നെ സുധിച്ചേട്ടൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സുധിച്ചേട്ടനെ എനിക്കറിയാം. പിന്നെ എങ്ങനെ സുധിച്ചേട്ടൻ ഡിവോഴ്സ് എന്തായാലും തുറന്നു പറയത്തില്ലോ? ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സുധിച്ചേട്ടൻ മരിച്ചു പോയില്ല, സുധിച്ചേട്ടനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, എന്തും പറയാതല്ലേ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനോട്ടേക്ക് AC ബസ് അല്ലെങ്കിൽ AC ട്രെയിൻ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ, പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി കിട്ടുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമല്ല, ഇങ്ങനെ എന്നെ ചെലവാക്കുക. ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന് തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കൾ അന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. ഓക്കെ, വെബ് സീരീസിനകത്ത് സൂചിച്ചോടെ 4 എപ്പിസോഡ് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാൻ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ. അഭിനയിച്ച രേണുസുതി അല്ല ഇന്ന് അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളും ദിവസങ്ങളും, പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ, അതുകൊണ്ടായിരിക്കും വ്യത്യാസം. ഓക്കെ, ഏജ് കൂടിയതിന്റെ വ്യത്യാസം ഈ അഭിനയത്തിൽ ഉണ്ടോ അതോ തന്റെ ഞാൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമാ നടനോ നടിമാരോ ഒന്നും അല്ല. എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിട്ട് ആകെയുള്ള സിനിമാ ബന്ധം സൂചിച്ചേട്ടനുമായിട്ടുള്ള ഒരൊറ്റ ബന്ധമാണ്. കലയുമായിട്ടുള്ള അടുപ്പം അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കും, സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്ക്, അതല്ലാതെ ഒരു അടുപ്പമില്ല കലയായിട്ട് അടുപ്പമില്ല. പക്ഷെ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ്? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ്. ഞാൻ ഒരു ശോഭന ചേച്ചിയല്ല, നയൻതാര ചേച്ചിയല്ല, മഞ്ജു ചേച്ചിയല്ല, ആരുമല്ല. ഞാൻ രേണു സുധി ആണ്. എങ്ങനെയാണ് അഭിനയിക്കുന്നത്?
സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കേട്ടല്ലോ, പുതിയ സിനിമ. തീർച്ചയായിട്ടും. പോസ്റ്റർ ഇന്നിറങ്ങിയില്ല, എന്റെ ഫോട്ടോയുണ്ട്. ജിൻഡോ, ബിഗ് ബോസ് താരം ജിൻഡോ, ബിഗ് ബോസ് താരം രജിത്തേട്ടൻ, ഞാന്, നന്ദകിഷോർ സാറ്, ഇവരൊക്കെ ഉള്ള ഒരു സിനിമ. ഇന്ന് പോസ്റ്റർ ഇറങ്ങി, നമ്മുടെയൊക്കെ പോസ്റ്റർ ഇറങ്ങി. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോ? എന്തും തോന്നാം. ഓക്കെ, സിനിമ ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്? അതായത് ത്രില്ലർ ആണോ അതോ എങ്ങനെയാണ്? ഈ സിനിമ ഒരു ഹോട്ട് സിനിമയാണോ? ഹോട്ടല്ല, ഒരു നല്ലൊരു കഥയാണ്, ഒരു വെറൈറ്റി കഥയാണ്. നമുക്കത് പറയാൻ പറ്റില്ല, അത് കാരണം എത്ര സസ്പെൻസ് ആണ്. ഓക്കെ, താങ്കളുടെ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോടൊക്കെ അഭിനയിക്കില്ല. ഓരോ ആൽബങ്ങൾ ഇപ്പൊ ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാട്ട് കരിമിഴി കണ്ണാലെ, കുണുങ്ങി അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട്. മനുഷ്യനായിട്ട് അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കരിമണി കണ്ണാലെ, അതായത് അമ്പലത്തിലെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ ഇത്, തുടി കൊട്ടുന്ന പയ്യൻ. അത് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും. ചിരിക്കട്ടെ, എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ചിരിച്ചോട്ടെ, നെവർ മൈൻഡ്, എനിക്കതൊന്നും വിഷയമല്ല. സത്യത്തിൽ കരയുമല്ലോ. ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയരംഗങ്ങളല്ലേ, അതായത് ഭയങ്കരമായി പ്രണയം തോന്നുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന, അവൻ അങ്ങനെ അല്ല, പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു, പിന്നെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു, ഒരുമിക്കുന്നു, ഞാൻ തേച്ചിട്ട് പോകുന്നു, ഞാൻ വേറെ കെട്ടുന്നു. ഇതാണ് ആൽബം. ഓക്കെ, ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം, അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും? എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളുള്ളത് കാണിക്കും, ഇനി നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലെ ഒരു നടിയാവണമെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതെനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ എന്റെ ഇതേ അല്ലത്. സിനിമാ നടി ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കേറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ടാ, എല്ലാ ബന്ധുക്കളും. ഓ, ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ഓ ശരി, ഭയങ്കര. ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയം ഒന്ന് പറയാമോ? പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും വിഷയം കളിയാക്കുന്ന ഒരു എനിക്കറിയത്തില്ല, ഞാൻ ആരെയും കളിയാക്കുന്നില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യർ, നവ്യ നായർ, ശോഭന, നടനം എന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ, ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ, മമിത, ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ. താങ്കളെ അപ്പൊ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അഭിനയം. ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ, ഞാൻ സ്വീകാര്യത തന്നെയാണ്, എന്തും സ്വീകരിക്കും. ജനങ്ങളെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. ജനങ്ങളെ കാണിക്കാനാണ് ചെയ്യുന്ന അഭിനയം. അതെ. ഓക്കെ, അപ്പൊ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാലോ. പറഞ്ഞോട്ടെ. നിലയിൽ ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, എനിക്ക് പേഴ്സണൽ അഭിപ്രായങ്ങളില്ല. ഞാൻ ജനങ്ങൾ താങ്കളെ കുറിച്ച് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. അതെ, ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ, അക്സെപ്റ്റബിൾ ആണ്. രേണു, നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഇനിയുണ്ട്. പറയാതെ വയ്യ, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ രേണു ഉത്തരം പറഞ്ഞേ പറ്റൂ. പറയാതെ വയ്യ, പക്ഷെ പറഞ്ഞേ പറ്റൂ. തുടങ്ങാം. റെഡിയാണോ ഫൈറ്റ് ചെയ്യാൻ? സുധിച്ചേട്ടന്റെ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയത്തില്ല. എനിക്കറിയില്ല, കാരണം അവരുടെ മനസ്സ് എനിക്കറിയത്തില്ല. എനിക്ക് അവരുടെ മനസ്സ് അറിയത്തില്ലെന്ന് പറയുന്നത് അറിയണ്ടേ? അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല. ഞാൻ എന്നെ ഒരുപാട് പേര്, സുധിച്ചേട്ടൻ മരിച്ചതിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് ഞാൻ എങ്ങനെ അറിയുന്നത്? അവരോടൊക്കെ എപ്പോഴും താങ്ക്സ്. നല്ല മനസ്സായതുകൊണ്ടല്ലേ താങ്കളെ സഹായിച്ചത്. അവര് നല്ല മനസ്സുള്ളവരായോണ്ട് തന്നു. ഞാൻ അഭിനയിക്കുന്ന അവർക്ക് വേദനയാന്ന് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് സ്ഥലം തന്ന ആള്, ഏതോ ഒരാളുടെ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്, അയാൾ പറയുന്നത് അവർക്ക് കൊടുത്തത് തൊട്ടടുത്തുണ്ട്. ഇന്നലെയും മിണ്ടിട്ട്, ഇന്ന് രാവിലെയും കണ്ട് മിണ്ടിയിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ല, ഞാനത് കണ്ടിട്ടില്ല. ആ വോയിസ് ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. രേണു സുധിക്ക് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത്? എനിക്ക് ആരും സ്ഥലം തന്നിട്ടില്ല. എനിക്ക് ആരും സ്ഥലം തന്നെ, എന്റെ പേര് സ്ഥലം എനിക്ക് രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് താങ്ക് യു. സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ ഒതുങ്ങാനാ?
എനിക്കറിയത്തില്ല, സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ. ഞാനെന്തിനാ, എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതിയല്ല. മാലപ്പടക്കത്തിന് തിരികൊടുത്ത പോലെ ആണല്ലോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആണ്, തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേരെ വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് മക്കളെ വേദനിപ്പിക്കുന്നു, എന്റെ മക്കളെ വേദനിപ്പിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത്? അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലും. ആ ബെസ്റ്റ് മൂത്ത മോൻ 20 വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ച് നിർത്തുന്നത്. നടന്നതുവാ. അവന് ഞാൻ പോക്കറ്റ് മണി തരില്ല, നിന്നെ ഞാൻ നോക്കില്ല, കാര്യങ്ങളൊന്നും ഇല്ല, താങ്കളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വേണ്ടേ. അതെ അതെ, അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. അമ്മ മോൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര എടാ പോടാ ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സോ അങ്ങനെ ലൈവിൽ വന്നപ്പോ ആരാണ്ട് തൊട്ടപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവനെ എന്റെ ചേച്ചി, സ്വന്തം ചേച്ചി. നിങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെയാണോ? കുടുംബത്തോടെ ഇങ്ങനല്ല, ഒരാളെ തന്നെ ഇങ്ങനെ ഇട്ട് പറയുമ്പോഴത്തേന് വീട്ടുകാരും കൂടെ ദേഷ്യപ്പെടും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. രേണുസുതി മനഃപൂർവ്വം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു, കൂടുതൽ കാലം സോഷ്യൽ മീഡിയയിലെ തണലിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, ഞാൻ മനഃപൂർവ്വം ഒരു കണ്ടന്റ് സൃഷ്ടിക്കുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീലിടുന്നു. അതും എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത് എനിക്ക് തോന്നുന്ന ഞാനൊരു കണ്ടന്റും, ഞാൻ ഇന്ന് വരെ ഒരു കണ്ടന്റ് മേക്കറും അല്ല. ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതും കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു, ഞാൻ വ്ളോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു, അതൊരു കണ്ടന്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയുടെ തണലിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെയാ? അത് ജീവിച്ചോണ്ടിരിക്കുവല്ലേ, ഞാൻ പറഞ്ഞിട്ട് ജീവിക്കുന്നല്ലോ. സോഷ്യൽ മീഡിയ എനിക്ക് എന്റെ പാഷനാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിക്കാൻ. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് 24 മണിക്കൂർ ഇതിന്റെ തണലിൽ ജീവിക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്തോ കഞ്ഞി തരുന്ന ഒരിക്കലും ഇല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കാമെന്നില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോ എന്നെ എടുത്തെറിയാം ആൾക്കാർ നാളെ, ചിലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നു, രണ്ടും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നാടകത്തിനകത്തുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും. ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാമെന്ന് പറഞ്ഞത് അത് ഓരോ പ്രോസസ്സിങ് നടന്നുകൊടുക്കും. അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് PSC ചെയ്ത് അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് പുതുക്കണം, എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം. PSC ചെയ്തല്ല, സീനിയോറിറ്റി പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ. പക്ഷെ ഇതുവരെ ഒന്നും ഇതൊക്കെ നിർത്തിപ്പോകത്തൊന്നുമില്ല. ഇത് വരുന്നോടത്ത് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല. ഇങ്ങോട്ട് വരുന്നത് ഞാൻ ചെയ്തിരിക്കും. എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ? അല്ല, കാൽ കീഴിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല. സുധിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു, ഇത് ചെയ്യാമോ, അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല സുധിച്ചേട്ടൻ? അത് എനിക്കറിയത്തില്ല, അത് അവരുടെ കാര്യമല്ലേ. അതെങ്ങനെ ഞാൻ അറിയുന്നത്? അവരെന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴത്തേനും ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. സുധിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി, ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല, സുധിച്ചേട്ടൻ മരിച്ചു പോയി, നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല. പുള്ളി ചോദിച്ചു, രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നു, അഭിനയിക്കുന്നു. അപ്പം ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, സുധിച്ചേട്ടന്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല, സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യമാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് അവസരം ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സുധിച്ചേട്ടനുമായിട്ട് നിങ്ങൾ നല്ല രമ്യതയിലാണോ കഴിഞ്ഞത്? നല്ല സന്തോഷത്തിൽ, നല്ല എന്താ, എന്നെ സുധിച്ചേട്ടൻ സത്യം പറഞ്ഞ മോളെന്ന രീതിയിലാണ്, ഒരു മോളെ പോലാണ് എന്നെ കാണും. ഞാനപ്പോ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ, കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കത്തില്ല, പുള്ളി എനിക്ക് തരണം. എന്നെയും കിച്ചുവിനെ അങ്ങനെയാണ് കണ്ടോണ്ടിരുന്നത്. പിന്നെയാണ് ഋതപ്പം വന്നത്. നിങ്ങൾ ഇത്രയും ടെറർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്ര പ്രശ്നക്കാരി മോളെ പോലെ കുഞ്ഞിനെ പോലെ? ഒരിക്കലും അല്ലായിരിക്കും. എനിക്ക് ഒന്നിന് ചേട്ടനേക്കാളും കുറെ ഏജ് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും മോളെ പോലെ കരുതുന്നത്. ഭയങ്കര അങ്ങനെയായിരുന്നു എന്നെ. ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് മോളെ പോലാണ് നീ എന്നാണ് പറയാറുള്ളത്. രേണുസുതി ഇങ്ങനെ ആവാൻ കാരണം ചിലരുടെ മോശം സമീപനങ്ങളാണ്. എങ്ങനെയാകാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ അഭിനയത്തിൽ എന്നെ ആരും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അതായത് ഇപ്പോ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇനി എന്തും ചെയ്യും ഇന്ന് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് അത് ശരിയാണ് എന്നാണ്. അപ്പൊ അത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ചവെക്കുമായിരുന്നു. കാഴ്ചവെക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ? പഠിക്കണം. രേണു പേടിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ്? ദൈവത്തെ പേടിയുണ്ട്. പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല, അതിനൊരു പേടിയുണ്ട് എന്തായി തീരുമെന്ന്.
ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത്. കുറച്ചുകൂടെ അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പിന്നെയും പോയാൽ ഭാവി ഉണ്ടാകുമെന്നാണോ ചിന്തിക്കുന്നത്? അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള, ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത, സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന രേണു സുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി. എനിക്കും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.